ശ്രീകുമാർ, ഇപ്പോൾ DCC അധ്യക്ഷന്മാരെ ശക്തരാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അത് മുകുൾ വാസ്നിക് കമ്മിറ്റി ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലൊരു ആലോചനയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കാണേണ്ടതില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 10 വർഷമായി DCCകളില്ല. പിരിച്ചുവിട്ട ശേഷം പുനഃസംഘടിപ്പിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ്. അവിടെ പല തെരഞ്ഞെടുപ്പുകൾ നേരിട്ടു, അതിലൊക്കെ പരാജയം നേരിട്ടു. എന്നിട്ടും അങ്ങനെ ഒരു ആലോചനയിലേക്ക് അന്ന് പോയിരുന്നില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാവുകയാണോ? അവിടെ നിന്ന് അങ്ങോട്ട് DCCകൾ അതിന് താഴെ തട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളടക്കം കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. അത് എത്ര ഫലപ്രദമായി വളരെ വേഗത്തിൽ ഈ 2025 നടപ്പാക്കേണ്ടത്? കാരണം ഇത് തെരഞ്ഞെടുപ്പില്ലാത്ത വർഷം, ഈ വർഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2025 കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ വർഷമായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് DCC പ്രസിഡന്റുമാരെ അവരെ ശാക്തീകരിക്കുക എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ അധികാരമുണ്ട്. ഈ അധികാരം അവർ പ്രയോഗിക്കാതെ പല DCCകളും നിഷ്പ്രഭമാകുന്നൊരു കാഴ്ചയുണ്ട്. അത് കേരളത്തിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകൾ എടുത്തു നോക്കിയാൽ എറണാകുളം DCC പോലെ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും DCC ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ DCCകളും രാജ്യവ്യാപകമായ DCCകളുടെ പുനഃസംഘടന എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് DCC പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ജില്ലകളിലെ പാർട്ടിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അതിനിടയ്ക്ക് ഏതാണ് സ്മൃതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടി സജ്ജമാണെങ്കിലും ശരി, വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം മല്ലികാർജ്ജുന ഖാർഗെ ഗുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബാലറ്റിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഈ വികസിത രാജ്യങ്ങൾ പോലും ബാലറ്റിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രം പോരാ, ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തിയാൽ മാത്രം പോരാ എന്നുള്ള ചിന്ത ഉന്നയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒരു മാറ്റവും വരുന്നില്ല. സാമ്പത്തിക ശാസ്ത്രമായാലും വിദേശ നയമായാണെങ്കിലും സാമ്പത്തിക നയമാണെങ്കിലും ആഭ്യന്തര നയമാണെങ്കിലും മാറ്റം വരുത്തില്ല. മാറ്റം ഉൾക്കൊള്ളുന്നത് കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉദാരീകരണം കൊണ്ടുവന്നത്. ആ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടെന്ന ഉദാരീകരണത്തെ എല്ലാവരും പ്രശംസിച്ചു, പ്രോത്സാഹിപ്പിച്ചു. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നതെന്ന് ചിന്ത വന്നില്ല. അപ്പോൾ അത് നിസ്സാര കാര്യമില്ല. അടിസ്ഥാന തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ടല്ല. തീർച്ചയായിട്ടും. കാരണം മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രമാണല്ലോ ഇന്ത്യയെ പിടിച്ചു നിർത്തിയത്. അതിനും അറിയാമല്ലോ, സ്വർണ്ണമൊക്കെ പണയം വെച്ച കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി വേരുള്ള കോൺഗ്രസ്, രാജ്യവ്യാപകമായി നെഹ്റുവിൻ്റെ കാലത്തിൻ്റെ ഒരു നയം രൂപപ്പെടുത്തിയ കോൺഗ്രസ്, വിദേശ നയം പോലും ശ്രീമതി സ്മൃതി ഓർക്കുക, കോൺഗ്രസിൻ്റെ വിദേശ നയം പോലും മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വാജ്പേയി മാറ്റിയിട്ടില്ല. അത്രയും ശക്തമായിരുന്നു ആ വിദേശ നയം, ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് സമ്മേളനം നൽകുന്ന സന്ദേശം എന്ന് വെച്ചാൽ പാർട്ടിയുണ്ട്, പാർട്ടിയിൽ പ്രവർത്തകരുണ്ട്, അനുഭാവികളുണ്ട്. പക്ഷേ അവരെ ഏകോപിപ്പിക്കാവുന്ന ഘടകങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ആ ക്ഷീണം നികത്തണമെങ്കിൽ നിങ്ങൾ വെറുതെ പദവിയിലിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രവർത്തിക്കാത്തവർ മാറി നിൽക്കൂ. ഇത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ മുന്നറിയിപ്പ് അവഗണിക്കുകയാണെങ്കിൽ ആ നേതാവ് ആ സ്ഥാനത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിലടക്കം ഒന്നുകിൽ മുകളിൽ നിന്ന് താഴേക്ക് അല്ലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു പുനഃസംഘടന ഉണ്ടാകും. പുനഃസംഘടന ഇല്ലാതെ ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല, കാലത്തിനനുസരിച്ച് നയം മാറണം. അത് തന്നെയാണല്ലോ മാർക്സും പറഞ്ഞിരിക്കുന്നത്. ആ നയമാറ്റം CPM-ലുണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ നയം മാറുമ്പോൾ അടിസ്ഥാന തത്വങ്ങൾ ബലിയടിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇല്ല. അടിസ്ഥാന തത്വങ്ങൾ എന്താണ്? മതേതര ജനാധിപത്യ ചിന്തകൾ. അതിലെന്തായാലും ഒരു സംശയം എന്തെന്നാണ്, പിന്നാക്ക വിഭാഗക്കാർ കോൺഗ്രസിൽ നിന്ന് പോയി. എങ്ങനെയാണ് പോയത്? പിന്നാക്ക വിഭാഗക്കാർ കോൺഗ്രസിൽ നിന്ന് മാറിയത് പ്രാദേശിക തലത്തിൽ ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. അത് മധ്യപ്രദേശിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പ്രാദേശിക കക്ഷികൾ ജാതീയ അടിസ്ഥാനത്തിൽ അവർ സംഘടിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നാക്കക്കാർ ചോർന്നുപോയി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയും ഇപ്പോഴുള്ള അവസ്ഥ നിലനിർത്താനുമാണ് ജാതി സെൻസസ് ജയ്പൂർ സമ്മേളനം കൊണ്ടുവന്നത്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെയും ചിന്തയ്ക്കെതിരല്ലേ. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന തത്വങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട്, രാജ്യത്തിൻ്റെ നന്മയ്ക്കുള്ള തത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട്, കാലാകാലങ്ങളിൽ കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്താനും അതുവഴി ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന തീരുമാനമെടുക്കാനുമാണ് കോൺഗ്രസ് ചില നയങ്ങൾ ആവിഷ്കരിക്കുന്നത്. ശരി, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ബാക്കി രണ്ടുപേരിലേക്കും വരാൻ കഴിയില്ല, ക്ഷമിക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.